ഉദ്ഘാടനം കഴിഞ്ഞിട്ടും തുറന്ന് പ്രവർത്തിക്കാതെ CPM ഭരിക്കുന്ന കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിലെ വാതക ശ്മശാനം. ജനവാസ കേന്ദ്രത്തിൽ സ്ഥാപിച്ച ശ്മശാനത്തെ സംബന്ധിച്ച് വ്യാപക പരാതികൾ നിലനിൽക്കുന്നതിനിടയിലാണ് 1 കോടി ചെലവഴിച്ച നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത്. MLA KK ശൈലജ കൊട്ടിഘോഷിച്ച ഉദ്ഘാടനം നടത്തിയെങ്കിലും ഇതുവരെ തുറന്ന് പ്രവർത്തിക്കാനായിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നാടെങ്ങും ഉദ്ഘാടനങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. സാധാരണ ഉദ്ഘാടനം കഴിഞ്ഞാൽ ഒരു സ്ഥാപനം തുറന്നു കൊടുക്കാറാണ് പതിവ്. എന്നാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ചിറ്റാരിപ്പറമ്പിലെ വാതക ശ്മശാനം ഉദ്ഘാടനം കഴിഞ്ഞ് താഴിട്ട് പൂട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. CPM എതിരാളികളില്ലാതെ ഭരിക്കുന്ന ഇടമാണ് കണ്ണൂരിലെ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്. അവിടെയാണ് ഇത്തരത്തിൽ 1 കോടി രൂപ ചെലവഴിച്ച് വാതക ശ്മശാനം നിർമ്മിച്ചത്. കൊട്ടിഘോഷിച്ച് KK ശൈലജ MLA കൊണ്ടുവന്ന് ഉദ്ഘാടനവും കഴിഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇതാണ് ശ്മശാനത്തിന്റെ അവസ്ഥ. ശ്മശാനം താഴിട്ട് പൂട്ടിയിരിക്കുന്നു. ഇവിടെ ഒരു മൃതദേഹവുമായി വരാൻ നോക്കുമ്പോൾ അവർ സമ്മതിച്ചില്ല. അപ്പോൾ എന്താ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഒരു പേപ്പർ വർക്ക് നടന്നിട്ടില്ല, പോലീസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നാണ്, അല്ലെങ്കിൽ KCBയുടെ കണക്ഷൻ കിട്ടിയിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള വെറും പ്രഹസനമായിരുന്നു ഉദ്ഘാടനമെന്ന ആരോപണമാണ് BJP ഉയർത്തുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാതെ എല്ലാ പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇവിടുത്തെ പൊതുജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം ജനവാസ മേഖലയിൽ സ്ഥാപിച്ച ശ്മശാനത്തെക്കുറിച്ച് വ്യാപക പരാതിയും ഉയരുന്നുണ്ട്. ജനങ്ങളോട് ആലോചിക്കാതെയാണ് ജനവാസ മേഖലയിൽ ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എത്രയും കിലോമീറ്റർ ജനവാസമില്ലാത്ത മേഖലകളുണ്ട്, അതൊന്നും തിരഞ്ഞെടുക്കാണ്ടാണ് നമ്മൾ ഈ ആശങ്ക പണ്ടേ പ്രസിഡന്റിനെ അതുപോലെ മറ്റുള്ളവരെല്ലാം ബന്ധപ്പെട്ടവരെല്ലാം അറിയിച്ചിന്. പക്ഷെ എന്നിരുന്നാലും അവർ യാതൊരു ഇതും നോക്കാണ്ടാണ്, നമ്മളൊരു അവസ്ഥയും പരിഗണിക്കാണ്ടാണ് ഈ ഒരു ശ്മശാനം ഉണ്ടാക്കി. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള ആരും നമ്മളോട് ഇതുവരെ ഒന്നും ചോദിച്ചില്ല. DMO ആയിക്കോട്ടെ, കളക്ടറൊന്നും ആയിക്കോട്ടെ, വേറെ ഒഫീഷ്യലായിട്ട് ആരും നമ്മളോട്, പരിസരവാസികളോട് ഇതുവരെ ആരോടും ഞങ്ങൾ ഒരാളോടും വന്ന് ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് പരാതി ഉണ്ടോ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം, ഈ പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഇതുവരെ വന്നിട്ടില്ല. ആ ഒരു വിഷമം നമുക്കുണ്ടത്. പ്രതിപക്ഷമില്ലെന്ന ധാർഷ്ട്യത്തിൽ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇത്തരം തട്ടിക്കൂട്ടു പരിപാടിയുമായി CPM ഭരിക്കുന്ന പഞ്ചായത്ത് രംഗത്ത് വന്നതെന്ന ആരോപണമുയർത്തി BJP നേതൃത്വം പ്രക്ഷോഭവും ആരംഭിച്ചു കഴിഞ്ഞു. ജനം, കണ്ണൂർ.